Hi friends, welcome back to my channel 1 Million Shades. നമ്മളൊരു പോർട്രേറ്റ് ഡ്രോയിങ് ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാണ്. നമ്മൾ ഗ്രിഡ്സ് ഇടുന്ന മുതൽ സ്കെച്ചിങ്, ഷെയ്ഡിങ് അങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും. അപ്പോൾ പഠിക്കുന്ന ആഗ്രഹമുള്ളവരൊക്കെ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ഓൾമോസ്റ്റ് ക്ലിയർ ആവും. അപ്പോൾ നമുക്കിനി നമ്മുടെ വീഡിയോയ്ക്ക് പോവാം. അതിനു മുമ്പ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയ്ക്ക് പോവാം. അപ്പോൾ നമ്മൾ പിക്ക് വരയ്ക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ബ്രിസ്റ്റോൻ്റെ 200 GSMൻ്റെ ഷീറ്റ്സ് ആണ്. ഇത് A3 സൈസാണ്. A3 സൈസ് എന്ന് പറയുമ്പോൾ A4 ഷീറ്റിൻ്റെ ഡബിള്. അപ്പോൾ ഈ സൈസിലാണ് വരയ്ക്കുന്നത്. നിങ്ങൾ A4 സൈസിലാണെങ്കിൽ A4 സൈസിൽ വരയ്ക്കുക. പിന്നെ കുറച്ചൊരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗ്രിഡ് ലൈൻസ് ഇടുമ്പോൾ എത്ര ഇടണമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ 2 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ടാണ് വരയ്ക്കാറ്. അപ്പോൾ നമ്മുടെ ആ പേജിൽ എത്ര കൊള്ളണോ 2 സെൻറ്റിമീറ്റർ ഇടവിട്ട് അത്രയും വരയ്ക്കാം. അപ്പോൾ നമ്മളിവിടെ ഗ്രിഡ്സ് ഇടാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ സ്കെയിലെടുത്തിട്ട് 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തും ആദ്യം തന്നെ മാർക്ക് ചെയ്യുക, എന്നിട്ട് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ചെരിഞ്ഞ് പോകണ്ടൊക്കെ വരയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ സൈഡിലും 2 സെൻറ്റിമീറ്റർ അപ്പുറത്ത് ഇപ്പുറത്ത് അടയാളപ്പെടുത്തിയിട്ട് അത് രണ്ടും കൂട്ടിമുട്ടിച്ച് ഇങ്ങനെ വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പേജിൽ ഫുള്ള് ഗ്രിഡ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ വരയ്ക്കാൻ പോണ പിക്കിനകത്ത് നമ്മൾ ഗ്രിഡ് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഡ്രോയിങ് ഗ്രിഡ് മേക്കർ എന്ന് പറഞ്ഞ ഈ ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് പിക്കാണ് നമുക്ക് വേണ്ട അത് നമ്മൾ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്വയർ അതുപോലെ ഡയഗണൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതപ്പോൾ നമുക്ക് ഡയഗണലിൽ ലൈൻസ് വരും. അത് വേണമെങ്കിൽ അത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യണ്ട. അത് കഴിഞ്ഞ് ഈ ഗ്രിഡ്സിൻ്റെ തിക്നെസ് അഡ്ജസ്റ്റ് ചെയ്യുക, അതുപോലെ കളറ് മാറ്റാം. പിന്നെ അതുപോലെ നമ്പർ ഓഫ് റോസ് അത് നമുക്ക് എത്രയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ ഗ്രിഡ് ലൈൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രിഡ്സ് നമ്മുടെ ഫോട്ടോയിൽ അടുപ്പിച്ച് വരും. അപ്പോൾ നമുക്ക് വരയ്ക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. അതുപോലെ പ്രിസൈസ് ആയിട്ട് വരച്ചെടുക്കാൻ പറ്റും. പക്ഷെ നമ്മളിപ്പോൾ കുറേ നാൾ നമ്മൾ വരച്ച് പ്രാക്ടീസൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്ര അധികം ഗ്രിഡ്സ് ഇടേണ്ട ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം ഒന്ന് അകത്തിയിട്ട് വരച്ചാലും നമ്മുടെ പിക്ക് ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ കുറേ നാൾ പ്രാക്ടീസ് ചെയ്തൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഈ ഗ്രിഡ്സിൻ്റെ എണ്ണം കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഗ്രിഡ്സിൻ്റെ എണ്ണം കുറച്ച് എളുപ്പമായിട്ട് തന്നെ വരച്ചെടുക്കാൻ പറ്റും. അതിന് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഗാലറിക്ക് സേവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സേവ് ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ പിക്ക് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ പേപ്പറിൽ വരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സൂം ചെയ്ത് വെക്കുകയാണ്. നമ്മുടെ ഈ ഫോണിലുള്ള പിക്ക് ഇങ്ങനെ സൂം ചെയ്ത് വെക്കുക. എന്നിട്ട് ഓരോ ബോക്സിനകത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മുടെ പേപ്പറിലേക്ക് വരച്ചെടുക്കാം. നമ്മളിങ്ങനെ സൂം ചെയ്ത് വെച്ച് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ആ മെഷർ എത്രയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ ബോക്സ് നോക്കിയിട്ട് ആ ബോക്സിന് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മുടെ പേപ്പറിലുള്ള ബോക്സിൽ വരച്ചെടുക്കാം. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു മെത്തേഡ് കൂടി പറഞ്ഞുതരാം. ഇവിടെ ഞാൻ നമുക്ക് വരയ്ക്കാനുള്ള പിക്ക് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഇതിനകത്ത് നമ്മൾ പേപ്പറിൽ ഗ്രിഡ് വരച്ചപ്പോൾ ഇതിനകത്തും വരയ്ക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ഇതിൽ ഓരോ ബോക്സിൽ എങ്ങനെയാണ് വരുന്നത് അതുപോലെ നമ്മുടെ പേപ്പറിൽ വരച്ചെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആയിട്ട് നമ്മൾ കുറേ നേരം ഫോണിൽ നോക്കിയിരിക്കല്ലേ. പിന്നെ വരയ്ക്കാനായിട്ട് വീണ്ടും ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ വരാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. അതുപോലെ നമുക്ക് ഫോണിൽ നോക്കി വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മുടെ സാധാരണ വരയ്ക്കാനുള്ള പേപ്പറിൽ ഗ്രിഡ് ഇട്ട പോലെ ഇതിലും 2 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് ഗ്രിഡ് വരച്ചെടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ആദ്യം തന്നെ മുമ്പ് പറഞ്ഞ പോലെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. 2 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് മാർക്ക് ചെയ്യുക. പിന്നെ ഇത് കൂട്ടി യോജിപ്പിച്ച് ഇതുപോലെ ഗ്രിഡ്സ് ഇട്ടെടുക്കുക. ഫുള്ളായിട്ട് നമ്മൾ അപ്പിക്കിൽ ഗ്രിഡ്സ് ഇട്ടെടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വരച്ച് തുടങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ബോക്സ് നോക്കാം. അപ്പോൾ ഈ ബോക്സിനകത്ത് ഇത്രയും പോർഷനാണ് വന്നേക്കണത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും വരയ്ക്കാം. ഇനി നെക്സ്റ്റ് ബോക്സ് നോക്കാം, അതുപോലെ വരച്ചെടുക്കുക. അങ്ങനെ ഓരോ ബോക്സിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ വരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഗ്രിഡ് മെത്തേഡ് ഓൾറെഡി വേറെ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തോളൂ. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി ഷെയ്ഡിങ്ങിൻ്റെ പോർഷനിലേക്ക് വന്നാൽ മതി.
നമ്മളിങ്ങനെ ഓരോ ബോക്സിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ വരച്ചെടുക്കുക. പിന്നെ ഇതുപോലെ ഒരു കണ്ടിന്യൂവേഷനിൽ വരച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അതുപോലെ മൊത്തത്തിലൊന്ന് താടി അതുപോലെ ഹെയർ അങ്ങനെ മൊത്തത്തിലൊരു കണ്ടിന്യൂവേഷനിൽ വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബോക്സ് തെറ്റിപ്പോകണമെന്ന് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോക്സ് തെറ്റിപ്പോകണം, ആ പ്രശ്നം വരാൻ സാധ്യതയില്ല. നമ്മൾ സാധാരണ ഫ്രീ ഹാൻഡ് വരയ്ക്കുന്ന പോലെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ മറ്റേ സൈഡിലേക്ക് ഇങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ഷേപ്പ് നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു ഇത് കൂടി വെച്ചിട്ട് നമ്മൾ വരച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ബോക്സ് മാറിപ്പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ ഔട്ട്ലൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഷർട്ടും കൂടി വരച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇനി ഷെയ്ഡ് ചെയ്യാൻ പോവാം, ഷെയ്ഡിങ്ങിലേക്ക് കടക്കാം. ഞാനിവിടെ ബേസിക് പെൻസിൽസാണ് യൂസ് ചെയ്യണുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പെൻസിലാണുള്ളത് അത് വെച്ച് ഷെയ്ഡ് ചെയ്യുക. ഞാൻ ആർട്ട് ലൈൻ്റെ പെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഞാൻ ഇനി ഹെയറിലേക്ക് ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ മുമ്പ് ഒരു ഹെയർ ഡ്രോയിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഈ മെത്തേഡിനെ കുറിച്ച് പറഞ്ഞതാണ്, ഇൻഡൻറ്റിങ് മെത്തേഡ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു മഷി കഴിഞ്ഞ പാന വെച്ചിട്ട് നമ്മൾക്ക് ഈ മുടിയുടെ ഹൈലൈറ്റ് ചെയ്ത പോർഷനൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുത്തിട്ട് അതിന് ശേഷം ഞാൻ അവിടെ ചാർക്കോൾ പെൻസിൽ വെച്ച് കളർ ചെയ്തിട്ട് പിന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യണോണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ നല്ല ഡാർക്ക് കളർ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ ചാർക്കോൾ പെൻസിലിന് കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാണ്. അപ്പോൾ ഈ രണ്ട് ഗുണങ്ങളുണ്ട് ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യണോണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ഡാർക്കർ കിട്ടാനായിട്ട് സ്റ്റേഡ്ലറിൻ്റെ പെൻസിലൊക്കെ യൂസ് ചെയ്യാം. ഒരു 8B 10B ഒക്കെ യൂസ് ചെയ്ത് നല്ല ഡാർക്ക്നെസ് ഉണ്ടാവും. അപ്പോൾ പക്ഷേ അതിന് റേറ്റ് കൂടുതലാണ്. പക്ഷേ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഡാർക്ക് കളർ കിട്ടും ചെയ്യും, അതുപോലെ റേറ്റും കുറവാണ്. പിന്നെ ഇത് ചാർക്കോൾ പെൻസിലിൻ്റെ ന്യൂട്രൽ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്. മീൻസ് സോഫ്റ്റ് ഉണ്ട്, അതുപോലെ മീഡിയം ഉണ്ട്. മീഡിയം യൂസ് ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ കളർ ചെയ്യണേ. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സോഫ്റ്റിനേക്കാൾ കുറച്ച് ലൈറ്റായിട്ടുള്ള കളറാണ് കിട്ടുക. അപ്പോൾ നമ്മൾ ഈ ഫോട്ടോയിൽ നോക്കിയിട്ട് ആ ഷേപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കണം. അപ്പോൾ മുടിയുടെ എൻഡൊക്കെ എങ്ങനെയാണ്, ആ നെറ്റിയൊക്കെ ഏത് ഷേപ്പിലാണ് വരുന്നത് അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ഞാൻ വീണ്ടും ഹൈലൈറ്റ് ഞാൻ മഷി കഴിഞ്ഞ് പാന വെച്ച് ഇങ്ങനെ അമർത്തി വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്യുമ്പോൾ ആ ഹൈലൈറ്റൊക്കെ അതുപോലെ തന്നെ അവിടെ നിൽക്കും. അപ്പോൾ ഞാനിവിടെ ചാർക്കോൾ പെൻസിൽ വെച്ചിട്ട് തന്നെ ഫുള്ള് കളർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹെയർ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്യണ പോലെ തന്നെ ഷെയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ സ്ട്രാൻഡ്സ് ആയിട്ട് ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏത് ഭാഗത്തേക്കാണോ മുടി വളരണേ ആ സൈഡിലേക്ക് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്യുക, ബ്ലെൻഡ് ചെയ്യുക. അങ്ങനെ ഫുള്ള് ഹെയർ നമ്മൾ വരച്ചെടുക്കുക. ഫുള്ള് ഹെയർ വരയ്ക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒരു പോർഷൻ വരെ വരച്ചിട്ട് പിന്നെ താഴത്തേക്ക് വരയ്ക്കുകയാണ് ചെയ്യണേ. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ റൈറ്റ് ഹാൻഡ് കൊണ്ട് വരയ്ക്കുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ ടോപ്പ് കോർണറിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മൾ താഴത്തേക്ക് വരച്ച് പോകുക. അപ്പോൾ നമ്മൾ കൈ വരച്ചതിന് മുകളിൽ കൂടെ വന്ന് പരക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് സ്കിന്ന് ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം. നമ്മളിവിടെ പിക്കിൽ നോക്കുമ്പോൾ ഈ സൈഡിനകത്ത് കുറച്ച് ഡാർക്കർ ഷെയ്ഡാണ്. അപ്പോൾ അവിടെ ഡാർക്കായിട്ട് തന്നെ കൊടുക്കുക. എന്നിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ബ്ലെൻഡ് ചെയ്യണേ. അതുപോലെ ഇനി നമുക്ക് ചെവി ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം. നമ്മൾ പിക്കിനകത്ത് നോക്കിയിട്ട് എവിടേക്കാണ് ഡാർക്കർ എവിടേക്കാണ് ലൈറ്റർ നോക്കിയിട്ട് ഷെയ്ഡ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ എളുപ്പത്തിന് സാധാരണ നമ്മളെങ്ങനെ ഷെയ്ഡ് ചെയ്യുക, അത് ലൈറ്റ് ഷെയ്ഡ് കൊടുത്ത് പിന്നെ ഡാർക്കറിലോട്ട് ഡാർക്കർ കൊടുത്ത് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഡാർക്കർ ഷെയ്ഡിലോട്ട് ഡാർക്ക് കൊടുത്തിട്ട് അതിന് ശേഷം പിന്നെ ലൈറ്റ് ഷെയ്ഡിലോട്ടൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കളർ ചെയ്തിട്ട് പിന്നെ അത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഞങ്ങൾക്ക് സമയം കുറച്ച് ലാഭിക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ കഴുത്തിൻ്റെ പോർഷൻ ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പിക്കിനകത്ത് നോക്കുമ്പോൾ അവിടെ ഒരു ഡാർക്കർ ഷെയ്ഡാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഗ്രേഡ് കൂടിയ പെൻസിൽസ് യൂസ് ചെയ്യാം. 2B 4B അതൊക്കെ യൂസ് ചെയ്തിട്ട് ഷെയ്ഡ് ചെയ്യുക. അതിന് അതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് താടി ഞാൻ ഷെയ്ഡ് ചെയ്യാൻ പോവാണ്. താടി ഷെയ്ഡ് ചെയ്യാനായിട്ട് ഇവിടെ സ്റ്റാഡ്ലറിൻ്റെ 8B പെൻസിലാണ് നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ നല്ല ഡാർക്കറായിട്ടുള്ള പെൻസിൽ അത് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം ഷെയ്ഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ആ ഷേപ്പൊക്കെ അതുപോലെ തന്നെ വരച്ചെടുക്കുക. പിക്കിനകത്ത് നോക്കിയിട്ട് എവിടെയാണോ എൻഡ് ചെയ്യണേ അതുപോലെ തന്നെ നോക്കി വരച്ചെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ചായയൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിക്കിനകത്ത് നോക്കിയിട്ട് എവിടെയാണോ എൻഡ് ചെയ്യണത് അതുപോലെ നോക്കിയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഷെയ്ഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ണ് വരയ്ക്കാൻ പോവാണ്. കണ്ണ് വരയ്ക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് വരയ്ക്കേണ്ടത്. കാരണം കണ്ണിൻ്റെ ആ ഷേപ്പ് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ആളുടെ ചായ തന്നെ മാറിപ്പോവും. നമ്മൾ കണ്ണിൽ നോക്കിയിട്ട് ആ പിക്കിൽ നോക്കിയിട്ട് നമ്മൾ ഓൾറെഡി ഔട്ട്ലൈൻ ഇട്ട് വരച്ചുകൊണ്ട് നമുക്ക് എളുപ്പമായിട്ട് വരയ്ക്കാൻ പറ്റും. എന്നിട്ട് അതിലെവിടേക്കാണോ ഡാർക്കർ പോർഷൻ വരണം അവിടെ ഡാർക്കർ കൊടുക്കുക, ബാക്കിയുള്ളത് ലൈറ്റ് കൊടുക്കുക. അതുപോലെ അതിൻ്റെ ചുറ്റുമുള്ള പോർഷൻ നമ്മൾ ശ്രദ്ധിച്ച് വരയ്ക്കണം. അപ്പോൾ അവിടെയും എവിടേക്കാണ് ഡാർക്കർ അതുപോലെ കൊടുത്തെടുക്കാം.
പിന്നെ ഈ കൃഷ്ണമണിയൊക്കെ കൊടുക്കുമ്പോഴായാലും അതിൽ ഫുള്ള് ബ്ലാക്ക് അല്ല. അപ്പോൾ നമ്മൾ പിക്കിനകത്ത് പിക്ക് നന്നായിട്ട് സ്റ്റഡി ചെയ്യണം, എവിടെ നിന്നാണ് അതിൻ്റെ ഹൈലൈറ്റ് കണ്ണിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എവിടെയൊക്കെ ചില പോർഷൻസിൽ വൈറ്റ് ആയിട്ട് തന്നെ വിടേണ്ട പോർഷൻസ് ഉണ്ടാവും, അപ്പോൾ അതുപോലെ തന്നെ വിടുക. എന്നാലാണ് ഒരു ഒറിജിനാലിറ്റി ഉണ്ടാവുള്ളൂ, മീൻസ് ഒരു റിയലിസ്റ്റിക് ഫീൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്യുക. അതുപോലെ നെക്സ്റ്റ് പിരികിനൊക്കെ ആയാലും പെൻസിലൊക്കെ നല്ല ഷാർപ്പൻ ചെയ്തിട്ട് ഓരോ സ്ട്രാൻഡായിട്ട് നമ്മൾ ഇങ്ങനെ എവിടേക്കാണോ പിരികൻ നിൽക്കണേ, വളർന്ന് നിൽക്കണേ ആ സൈഡിലേക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ അതിൻ്റെ ചുറ്റും, കണ്ണിന് ചുറ്റും അതുപോലെ ഡാർക്കറായിട്ടുള്ള പോർഷൻസൊക്കെ ഉണ്ടാവും, അപ്പോൾ അവിടെയും ഡാർക്കറായിട്ട് തന്നെ കൊടുക്കുക. എന്നിട്ട് അത് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അങ്ങനെ ഓരോ പോർഷനായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കാം. ഈ മൂക്കിൻ്റെ സൈഡ് പോർഷൻസിലൊക്കെയാണ് കൂടുതൽ ഡാർക്കർ വരാൻ ചാൻസ്. അപ്പോൾ ആ പോർഷൻസിലൊക്കെ ഡാർക്കറായിട്ട് തന്നെ കൊടുക്കാം. അങ്ങനെ ഓരോ പോർഷൻ നമ്മൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യാം. നമ്മൾ പിക്ക് നന്നായി ശ്രദ്ധിച്ച് പിക്കിനകത്ത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ താടിയൊക്കെ വരയ്ക്കുമ്പോൾ ഫുള്ള് ബ്ലാക്ക് ആയിരിക്കില്ല, ചെറുതായിട്ട് വൈറ്റ് സ്ട്രാൻഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ മോണോസിറി ഇറേസർ വെച്ചിട്ട് ഇതുപോലെ മാച്ച് കൊടുക്കുക. അതുപോലെ ഈ താടിയും അതുപോലെ സ്കിന്നിൻ്റെ ആ പോർഷൻസിൽ അധികം ഡാർക്ക് പെൻസിൽ യൂസ് ചെയ്യാണ്ട് ഒരു മീഡിയം 2B ഒക്കെ വെച്ചിട്ട് നമ്മൾ ഇതായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇപ്പോൾ മീശ ആയാലും അതുപോലെ തന്നെ ഡാർക്കറായിട്ടുള്ള പോർഷൻസ് ഡാർക്കായിട്ട് കൊടുക്കുക. അതുപോലെ അതിനൊക്കെ കുറച്ച് ലൈറ്റായിട്ടുള്ള പോർഷൻസ് ഒരു 2B ആ പെൻസിൽസൊക്കെ വെച്ച് ഷെയ്ഡ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് ലിപ്പ് ഷെയ്ഡ് ചെയ്യാൻ തുടങ്ങാം. ഞാൻ ആദ്യം തന്നെ ഡാർക്കറായിട്ടുള്ള പോർഷൻസ്, ഈ കോർണറിലൊക്കെ ഒരു ഡാർക്കറായിട്ടുള്ള പോർഷൻസാണ്, അപ്പോൾ അതൊക്കെ ഒന്ന് കൊടുത്തിട്ട് പിന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ലൈറ്ററായിട്ടുള്ള പോർഷൻസിൽ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് അവിടെ കുറച്ച് ഷെയ്ഡാക്കി എടുക്കുകയാണ് ചെയ്യണത്. പിന്നെ നമുക്ക് ലാസ്റ്റ് താടിയൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഈ താടിയും അതുപോലെ നമ്മുടെ സ്കിന്നിൻ്റെ പോർഷനും തമ്മിലൊരു ബ്ലെൻഡിങ് വേണം. അപ്പോൾ ഇവിടെ ഒരു 2B പെൻസിൽ യൂസ് ചെയ്തിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ആ തെറ്റതൊക്കെ ചെറിയ സ്ട്രാൻഡ്സ് ആയിരിക്കും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2B പെൻസിലൊക്കെ യൂസ് ചെയ്ത് അതൊന്ന് ലാസ്റ്റ് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അതുപോലെ വൈറ്റ് ഹെയർ സ്ട്രാൻഡ്സ് വരുന്നിടത്ത് മോണോസിറി ഇറേസർ വെച്ചിട്ട് ഇറേസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ബ്ലെൻഡിങ് സ്റ്റംപ് യൂസ് ചെയ്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ മൊത്തത്തിലൊന്ന് താടിയൊക്കെ ഫിനിഷ് ചെയ്തെടുക്കാം. പിന്നെ ലാർജ് സർഫേസ് ഷെയ്ഡ് ചെയ്യാനായിട്ട് പെൻസിൽ ഇറക്കി പിടിച്ചിട്ട് ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ലാർജ് സർഫേസൊക്കെ ഷെയ്ഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് ഞാൻ ഹെയറിൻ്റെ ബാക്കി പോർഷൻ ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇൻഡൻറ്റിങ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ആദ്യം തന്നെ ഹൈലൈറ്റൊക്കെ കഴിഞ്ഞ് പാൻ വെച്ച് വരച്ചെടുക്കണം, മുമ്പ് പറഞ്ഞ പോലെ തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പോലെ ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്തിട്ട് തന്നെ അതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. പിന്നെ ഈ സോഫ്റ്റ് ചാർക്കോൾ പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ ഇതാണ് കുഴപ്പം, എപ്പോഴും നമ്മൾ ഷാർപ്പൻ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ഷാർപ്പൻ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ അപ്പം തന്നെ ഒടിഞ്ഞു പോവും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ ഷാർപ്പൻ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ഷാർപ്പൻ ചെയ്യാം, അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഒടിഞ്ഞു പോവും. അപ്പോൾ നമ്മളിപ്പോൾ ന്യൂട്രൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ചെയ്യണത്. നമ്മൾ പെട്ടെന്ന് തന്നെ ഫുൾ ഹെയർ ഷെയ്ഡ് ചെയ്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് സെറ്റാക്കി എടുക്കാം. പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രിഡ് ലൈൻസ് എങ്ങനെയാണ് മാച്ച് കളയണേന്ന്. അപ്പോൾ നമുക്ക് ഗ്രിഡ് ലൈൻസ് മാച്ച് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ സ്കിന്നൊക്കെ ഷെയ്ഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ മുകളിൽ കൂടെ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്തിട്ട് അത് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ലൈൻസ് കാണില്ല. പിന്നെ എവിടെയെങ്കിലും നമ്മൾ ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് മാച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഗ്രിഡ് ലൈൻസ് ഇത് കഴിഞ്ഞിട്ട് മാച്ച് കളയണേ. നമ്മൾ മാച്ച് കളയണമെന്നില്ല, ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് കണ്ണൊക്കെ ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡാർക്കറായിട്ട് ഉള്ള പോർഷൻസ് ഇങ്ങനെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുക്കുകയാണ്. പിന്നെ അതുപോലെ കൃഷ്ണമണിയും ഡാർക്കറായിട്ടുള്ള പോർഷൻസ് ഒക്കെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ്. ഇനിയിപ്പോൾ പിരികിനൊക്കെയാണ് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ മറ്റേ പിരികൻ ഷെയ്ഡ് ചെയ്ത പോലെ തന്നെ ഷെയ്ഡ് ചെയ്തെടുക്കുക. ഞാനിവിടെ അധികം ഡാർക്കറായിട്ടുള്ള പെൻസിൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പെൻസിൽസ് തന്നെ യൂസ് ചെയ്താൽ മതി. ഞാൻ 2B ആർട്ട് ലൈന് 2B വെച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്യണത്. പിന്നെ കണ്ണിൻ്റെ പിരികിൻ്റെയും ഇടയിലുള്ള പോർഷൻസിലും ഡാർക്കറായിട്ടുള്ള പോർഷൻസ് ഉണ്ടാവും. നിങ്ങൾ പിക്കിൽ എങ്ങനെയാണോ നോക്കിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ഷെയ്ഡ് ചെയ്ത് അത് കഴിഞ്ഞ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കണ്ണിൻ്റെ താഴെയുള്ള പോർഷനും കുറച്ച് അവിടെ ഡാർക്കർ ഉണ്ടാവും, അപ്പോൾ അവിടെയും ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ബ്ലെൻഡ് ചെയ്യണേ.
അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുറേ ഏരിയാസൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട് ടിഷ്യൂ പേപ്പർ കൊണ്ട് ബ്ലെൻഡ് ചെയ്യണോണ്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ഏത് യൂസ് ചെയ്യുക, അപ്പോൾ നിങ്ങൾ പഞ്ഞി യൂസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യണവരുണ്ടാവും, അതുപോലെ പിന്നെ നിങ്ങൾ ഏതൊക്കെ യൂസ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യുക. അപ്പോൾ ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ യൂസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പം ഞാൻ ടിഷ്യൂ പേപ്പർ എന്താ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് എളുപ്പത്തിൽ കുറേ ഏരിയാസ് പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റും, അതുകൊണ്ടാണ് ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യണത്. പക്ഷേ ഇങ്ങനെ നല്ല പ്രിസൈസ് ആയിട്ടുള്ള ഏരിയാസ്, ഇപ്പോൾ നമുക്ക് ചെറിയ ഏരിയാസൊക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കണമെങ്കിൽ ബ്ലെൻഡിങ് സ്റ്റമ്പൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ ഞാനിവിടെ മൂക്കിൻ്റെ പോർഷനുള്ളിൽ അവിടെ നല്ല ഡാർക്കായിട്ടുള്ള ഷെയ്ഡ് വേണം, അപ്പോൾ നമ്മൾ ഡാർക്കായിട്ടുള്ള 4B 8B ഒക്കെ യൂസ് ചെയ്ത് അത് കൊടുക്കുക. പിന്നെ മൂക്കിൻ്റെ സൈഡിലൊക്കെ അതിൻ്റെ ഷാഡോ ഉണ്ടോ, അപ്പോൾ അതും ഒരു കുറച്ച് ഡാർക്കറായിട്ടുള്ള 2B ഒക്കെ വെച്ച് ഷെയ്ഡ് ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുക. പിന്നെ മൂക്കിൻ്റെ മുകൾ ഭാഗത്ത് ചെറിയൊരു ഷെയ്ഡ് ഉണ്ടാവുള്ളൂ, കാരണം മൂക്ക് പൊങ്ങി നിൽക്കുന്ന പോർഷൻ ഉണ്ട്, അവിടെ അധികം ലൈറ്റ് വരുന്ന പോർഷൻസാണ്, അപ്പോൾ അവിടെ ഹൈലൈറ്റ് ആണ് കൂടുതൽ വരിക, അവിടെ അധികം ഷെയ്ഡ് വരില്ല. എന്നാലും നമ്മൾ പിക്കിൽ നോക്കിയിട്ട് എങ്ങനെയാണോ അതിൻ്റെ ഷേപ്പ് വരണേ, അപ്പോൾ ആ ഷേപ്പ് ഡിഫൈൻ ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ഷെയ്ഡിങ്ങിലൂടെയാണ് പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ നോക്കിയിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മീശയാണ് ഷെയ്ഡ് ചെയ്യണേ. അപ്പോൾ മീശയൊക്കെ നമ്മുടെ ഈ ലിപ്പിൻ്റെ മുകളിൽ കൂടെ വന്നിട്ടോ നിൽക്കുന്നുണ്ടാവും, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ലിപ്പിൻ്റെ മുകളിലത്തെ ലിപ്പ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി, അവിടെ അധികം ഷെയ്ഡ് വരുന്നുണ്ടാവില്ല. നമ്മൾ മീശ വരച്ചിട്ട് പിന്നെ ബാക്കി പോർഷൻസ് അടിക്കുള്ള പോർഷൻസ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി, അപ്പോൾ തന്നെ നമ്മുടെ ചുണ്ടിൻ്റെ ഷെയ്ഡൊക്കെ ഏകദേശം വരും. ഇനി നമ്മൾ ബാക്കി താടിയുടെ ഇപ്പുറത്തെ സൈഡിലുള്ള പോർഷനും കൂടിയും ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ മുഖത്തിൻ്റെ ആ ഷേപ്പൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ താടിയും അതുപോലെ സ്കിന്നും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ലിപ്പും ഞാൻ അധികം ഷെയ്ഡൊന്നും കൊടുത്തിട്ടില്ല, ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ബ്ലെൻഡിങ് സ്റ്റമ്പ് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ലൈറ്റായിട്ടുള്ള ഒരു പെൻസിൽ യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്തിട്ട് ആ കോർണർ മാത്രം ഒന്ന് ഷെയ്ഡ് ചെയ്തിട്ട് പിന്നെ ബാക്കി പോർഷൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ലിപ്പിന് ചെയ്തേക്കണം. പിന്നെ അതിൻ്റെ കോർണറിൽ മാത്രം ചെറുതായിട്ടൊന്ന് ഡാർക്കറായിട്ടുള്ള പോർഷൻസ് ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കഴുത്തിൻ്റെ പോർഷനൊക്കെ ഞാനിങ്ങനെ ബാക്കിൽ പെൻസിൽ അത്യാവശ്യം ഇറക്കി പിടിച്ചിട്ട് പെട്ടെന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇങ്ങനെ പെട്ടെന്ന് ഷെയ്ഡ് ചെയ്ത് ഇങ്ങനെ കുറേ ഏരിയാസ് ഷെയ്ഡ് ചെയ്യണമെങ്കിൽ പെൻസിലിൽ ബാക്കിലേക്ക് ഇറക്കി പിടിച്ചിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് ബ്ലെൻഡ് ചെയ്തു. അതുപോലെ ഡാർക്കറായിട്ടുള്ള പോർഷൻസ് അതൊന്നുകൂടി ഡാർക്കാക്കി കൊടുക്കാം. അങ്ങനെ എല്ലാ ഏരിയാസും ഇതുപോലൊക്കെ തന്നെ ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ചെറിയ പോർഷൻസ് ഇതുപോലെ ബ്ലെൻഡിങ് സ്റ്റമ്പ് യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യാം. നമുക്ക് ഷർട്ടും കൂടിയും ഷെയ്ഡ് ചെയ്യാനുള്ളൂ, അപ്പോൾ അതും കൂടി ഒന്ന് ഷെയ്ഡ് ചെയ്തേക്കുക. ഷർട്ട് വൈറ്റ് ഷർട്ടാണ്, പക്ഷേ ചില പോർഷൻസിൽ ഡാർക്കറായിട്ടുള്ള പോർഷൻസ് ഉണ്ടാവും, ആ ഷാഡോ ഒക്കെ വരുന്ന പോർഷൻസ്, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നോക്കിയിട്ടൊന്ന് ജസ്റ്റ് ഷെയ്ഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഈ ഗ്രിഡ് ലൈൻസ് മാറ്റേണ്ടി വരും, കാരണം വൈറ്റ് ഷർട്ടാണ്, അപ്പോൾ എല്ലാ പോർഷൻസിലും ഷെയ്ഡ് വരുമോ എന്നറിയില്ല. അപ്പോൾ ഏതെങ്കിലും പോർഷൻസിൽ അപ്പോൾ നമുക്ക് ഷെയ്ഡ് ചെയ്യണ്ട എന്നുള്ള പോർഷൻ വരാണെങ്കിൽ അവിടെ ഗ്രിഡ് ലൈൻസ് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വേണമെങ്കിൽ ഒരു ചെറിയൊരു ഇറേസർ യൂസ് ചെയ്തിട്ട് ആ ലൈൻസ് മാച്ച് കൊടുക്കാം നമുക്ക്. എന്നിട്ട് പിന്നെ ബാക്കി പോർഷൻസ് ഷെയ്ഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഷർട്ടും കൂടി ഒന്ന് ഷെയ്ഡ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ പിക്ക് ഓൾമോസ്റ്റ് ഇവിടെ കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്ന് വരച്ചുകൊണ്ട് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാ പോർഷൻസ് ഷെയ്ഡ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ ഓരോ പോർഷൻസ് ഹെയർ ട്യൂട്ടോറിയൽ അതുപോലെ ലിപ്പ് ഡ്രോയിങ് ട്യൂട്ടോറിയൽ ഓരോന്ന് സ്പെഷ്യലായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ ഡൗട്ട്സും ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അതുപോലെ ഇനി ഏതെങ്കിലും ട്യൂട്ടോറിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനി വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു മോട്ടിവേഷനൊക്കെ ഉണ്ടാവണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.